നമസ്കാരം. ഒരു ക്യാപിറ്റലിസ്റ്റ് ഉപഭോക്തൃ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആത്മവിശ്വാസമാണ്. ഭരണാധികാരിയുടെ മേൽ, ഒരു സ്റ്റേറ്റിൻ്റെ മേൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ പണമുള്ളവൻ അവിടെ കൊണ്ട് മുടക്കൂ. എൻ്റെ കയ്യിൽ പണമുണ്ട്, അത് നിക്ഷേപിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, നിക്ഷേപിച്ചാൽ ലാഭം കിട്ടും എന്നുറപ്പുണ്ടാവണം. നിക്ഷേപിക്കണമെങ്കിൽ എവിടെയാണോ ലാഭം കിട്ടുന്നത് ആ നാടിനോട് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഭരണകൂടങ്ങൾ മാറി വന്നാലും തമിഴ്നാട്ടിൽ നിക്ഷേപങ്ങൾ വരുന്നത്. അത് ടാറ്റ അടക്കമുള്ള ഇന്ത്യൻ കമ്പനികളാണെങ്കിലും ആപ്പിൾ അടക്കമുള്ള അന്താരാഷ്ട്ര കമ്പനികളാണെങ്കിലും തമിഴ്നാട്ടിലേക്ക് ആദ്യം പോകുന്നത്. അവിടെ ഏത് സർക്കാർ വന്നാലും വ്യവസായങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ടാണ്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഏത് സർക്കാർ വന്നാലും പണം നിക്ഷേപിക്കുന്നവന് ആത്മവിശ്വാസമില്ല. ഒന്ന്, ഇവിടെ ചെലവ് കൂടുതലാണ് തൊഴിലിന്. രണ്ട്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, നല്ല റോഡുകളും മറ്റ് സൗകര്യങ്ങളുമില്ല. മൂന്ന്, ഇവിടെ തൊഴിലാളി യൂണിയനുകൾ മനുഷ്യത്വരഹിതമായി ഈ സ്ഥാപനങ്ങളോട് ബൂർഷ്വ എന്ന നിലയിൽ പെരുമാറും. ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിലേക്ക് നിക്ഷേപമേ വന്നില്ല. കേരളത്തിൻ്റെ വികസനം മുരടിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് മനുഷ്യവിഭവശേഷിയാണ്. അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും, പ്രധാനമായും ഗൾഫിലേക്ക് മലയാളികൾ സഞ്ചരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് കൊണ്ടുവരുന്ന വരുമാനം കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സായി മാറി. അതുകൊണ്ടാണ് കേരളം ഒരു കൺസ്യൂമർ എക്കണോമിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനം ആശുപത്രികളാണ്. അതുപോലെ ഹോട്ടലുകളുണ്ട്, ബാങ്കുകളുണ്ട്, സർവീസ് സെക്ടറിലാണ്. നമുക്കിവിടെ കയ്യിലിരിക്കുന്ന പണം നമ്മൾ മുടക്കും. പക്ഷേ ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പിനെ ബാധിക്കും. ഒരു സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ അവിടെ ഉൽപ്പാദനം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഉണ്ടാവണം. അത് നമുക്കില്ല. അതുണ്ടാക്കുക അസാധ്യവുമാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ബദൽ വഴികൾ കണ്ടെത്താൻ തീരുമാനിച്ചതും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രഖ്യാപിച്ചതും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്ന് സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്നതാണ്. കാരണം കേരളത്തിലെ തന്നെ 600 കിലോമീറ്ററിലധികം നീണ്ടുകിടക്കുന്ന സമുദ്രതീരമുണ്ട്. ഈ സമുദ്രതീരത്ത് തുറമുഖങ്ങൾ വികസിപ്പിച്ചെടുത്താൽ ഒരു സമുദ്ര സമ്പദ് വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കഴിയും. അതിന് ഏറ്റവും മാതൃകയാക്കാവുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രത്യേകത ഇത് അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിലാണെന്നതാണ്. അതായത് നമുക്കിവിടെ പോർട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ തീരത്തുകൂടി കപ്പൽ ഗതാഗതം ഉണ്ടാവും. നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല എന്ന് മാത്രം. നമുക്കറിയാത്തത് കൊണ്ട് നമ്മുടെ അടുത്തുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയ കപ്പൽ ചാൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു തുറമുഖമുണ്ടാക്കി അവിടെ നിന്ന് കപ്പൽ അടുപ്പിക്കാൻ മാത്രം സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. അതിന് പറ്റിയ ഭൂമിശാസ്ത്രവും നമുക്കുണ്ടായിരുന്നു. അതാണ് വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ രൂപത്തിൽ യാഥാർത്ഥ്യമായത്. ഉമ്മൻചാണ്ടിയെപ്പോലെ ഭരണാധികാരി ഉണ്ടായിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാവുമായിരുന്നില്ല. കാരണം ഇത്രയും വലിയൊരു പദ്ധതി സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയില്ല. അതിന് നിക്ഷേപം വേണം. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ അദാനിയെ കൂടെ കൂട്ടി അത് യാഥാർത്ഥ്യമാക്കി. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് 6000 കോടിയുടെ കടൽ കൊള്ള എന്നാണ്. അങ്ങനെ ഇതിനെ എതിർത്തതാണ് പിണറായി വിജയൻ. ആ പദ്ധതിക്ക് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എല്ലാ പിന്തുണയും കൊടുത്തു. ഉദ്ഘാടനം മുതൽ പിണറായിക്കായിരുന്നു. പിണറായിക്ക് അറിയാം പറഞ്ഞതൊക്കെ നുണയാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ, പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ പിണറായിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷെ സതീശൻ മുഖ്യമന്ത്രി ആയതോടെ അദാനിയുടെ ആത്മവിശ്വാസം കൂടി, കേരളത്തിൽ പണം നിക്ഷേപിക്കാനുള്ള മറ്റുള്ളവരുടെ ആത്മവിശ്വാസം കൂടി. ഇതിന് തെളിവാണ് ഏപ്രിൽ മെയ് മാസത്തിൽ, അതായത് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 2 മാസം ഏതാണ്ട് 5000 കോടിയിലധികം നികുതി വരുമാനം വന്നു. അത് വി.ഡി. സതീശനുള്ള ആത്മവിശ്വാസം കൂടുതലാണ്. ഈ ആത്മവിശ്വാസം തുടരുകയാണ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അല്ലെങ്കിൽ MSC, ആ MSC വിഴിഞ്ഞം പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത്. വലിയ നിക്ഷേപമാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തുറമുഖത്തിന് വേണ്ടി വിദേശ കമ്പനികൾ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ്. 13,270 കോടി രൂപ നിക്ഷേപിക്കുകയാണ്. അതും MSC കമ്പനി. MSC കമ്പനി എന്ന് പറയുന്നതിനെ ചെറുതായി കാണരുത്. ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. അത് ഷിപ്പിങ്ങിൽ മാത്രമല്ല, അവർക്ക് എയർ കാർഗോ അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ട്രെയിൻ, ചരക്ക് ഗതാഗതം ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. 900-ലധികം കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ അവർക്കുണ്ട്. 900-ലധികം. അത്രയും വലിയ സ്ഥാപനമാണ് ഈ MSC എന്ന് പറയുന്ന ബൃഹത്തായ കമ്പനി. ഈ വിഴിഞ്ഞത്തിൻ്റെ സാധ്യത നേരത്തെ തന്നെ മനസ്സിലാക്കി വിഴിഞ്ഞം പദ്ധതിയുടെ ട്രയൽ റൺ മുതൽ ഇവിടേക്ക് മദർഷിപ്പുകൾ എത്തിക്കുമായിരുന്നു. അവർക്ക് ഇതിന് താല്പര്യം മനസ്സിലായി. അതുകൊണ്ട് ഏറ്റവും അധികം വിഴിഞ്ഞത്ത് ചരക്കുമായി എത്തുന്ന കപ്പൽ MSCയുടേതാണ്. ആ MSC വിഴിഞ്ഞം പദ്ധതിയുടെ 49% ഷെയർ വാങ്ങുകയാണ് അദാനിയിൽ നിന്ന്. അതിന് കേരള ഗവൺമെൻറ്റിൻ്റെ അനുമതിയൊക്കെ വേണം. നടപടിക്രമങ്ങൾ ഒരുപാട് ബാക്കിയാവാനുണ്ട്. കാരണം ഇത് സംസ്ഥാന സർക്കാർ മുൻകൈ തുടങ്ങിയ പദ്ധതിയാണ്. ഈ കമ്പനിയുടെ MD സർക്കാരിൻ്റെ പ്രതിനിധിയാണ്. സർക്കാർ ഏതാണ്ട് 6000 കോടി രൂപ മുടക്കി കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിന് 2034 മുതലേ പ്രതിഫലം കിട്ടിത്തുടങ്ങൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും അദാനിയും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കണം ഈ നിക്ഷേപം എന്ന് പറയുന്നത്. മാത്രമല്ല 25%-ലധികം നിക്ഷേപം വന്നാൽ അത് വിൽപ്പനയായി കണക്കാക്കുമെന്നാണ് കോൺട്രാക്റ്റ് ഉള്ളത്. എന്ന് വെച്ചാൽ അദാനി
വിറ്റതായി വേണമെങ്കിൽ കണക്കാക്കാം. അദാനിയെ സംബന്ധിച്ചുള്ള വലിയ ലാഭമാണ്. അവർ മുടക്കിയ മുതൽ അവർക്ക് ഇതിനോടൊപ്പം കിട്ടിക്കഴിയും, പക്ഷേ അവർക്ക് ഷെയർ തുടരും. ഇതാണ് ബുദ്ധിയുള്ള ബിസിനസ്സുകാർ നടത്തുന്ന നീക്കമെന്ന് പറയുന്നത്. കേരള സർക്കാരിനും ലാഭമാണ്. കാരണം ഈ സ്ഥാപനം വലുതാകുമ്പോൾ നമ്മുടെ ലാഭവിഹിതം കിട്ടും. അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിന് മുഖച്ഛായ തന്നെ മാറുന്ന വലിയ ഒരു സ്വപ്ന പദ്ധതിയായി ഇത് മാറും. ഒന്ന്, ഈ MSC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിക്ക് വിഴിഞ്ഞത്തിൻ്റെ സാധ്യത മനസ്സിലായതുകൊണ്ട് തന്നെ അവർ നിക്ഷേപിക്കുകയാണ്. ഇതിന് വലിയ ലാഭസാധ്യതയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ പതിയെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറും. ഞാൻ ആദ്യം സൂചിപ്പിച്ച അന്താരാഷ്ട്ര കപ്പൽച്ചാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലെ ചരക്ക് നീക്കത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയും. പലപ്പോഴും ഇങ്ങനെയൊരു ഇടത്താവളം പോലെ ഒരു കപ്പലുണ്ടെങ്കിൽ ദീർഘദൂരം പോകുന്ന ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് അടക്കം ദീർഘദൂരം യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക്, അല്ലെങ്കിൽ ഏഷ്യൻ മേഖലയിലെ കപ്പലുകൾക്ക് അവർക്കൊരു പുതിയ വഴി തുറന്നു കിട്ടുകയാണ്. ഇതിനിടെ ഇന്ത്യയും റഷ്യയും ചേർന്നുകൊണ്ട് പുതിയൊരു സമുദ്ര റൂട്ടിന് പോലും രൂപം കൊടുക്കുന്നുണ്ട് ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ. അങ്ങനെ വിഴിഞ്ഞം ഒരു വലിയ പദ്ധതിയായി മാറുമ്പോൾ അതിനുണ്ടാകുന്ന സാധ്യതകൾ നിസ്സാരമല്ല. വിഴിഞ്ഞം പദ്ധതിക്ക് കിട്ടുന്ന ലാഭമൊക്കെ കുറവാണ്. സംസ്ഥാന സർക്കാരിനെ 34 മുതൽ 1% കിട്ടും. അതൊരു വശം, അത് കിട്ടട്ടെ, മുടക്കുമുതലിനേക്കാൾ കൂടുതൽ കിട്ടും, അത്രയധികം കച്ചവടം നടക്കും. എന്നാൽ കേരളത്തിന് ഇതിനോടനുബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനം കൂടി നടന്നാൽ, അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, അടിസ്ഥാന സൗകര്യ വികസനം കൂടി നടന്നാൽ, ഇത് തമിഴ്നാട് നടക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തമിഴ്നാട് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്. വിഴിഞ്ഞത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അനുബന്ധ വ്യവസായങ്ങളും മറ്റും തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അധിക ദൂരമില്ല, കേരളത്തിന്റെ അതിർത്തിയാണ്. ഇവിടെ ബാലരാമപുരത്തേക്ക് റെയിൽ ഗതാഗതം വൈകാതെ ഉണ്ടാവും. വിഴിഞ്ഞത്ത് ഒരു ഭൂഗർഭ റെയിൽപാത വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നതോടുകൂടി തമിഴ്നാട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ, ഈ നാഗർകോവിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല, കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണം ഉപയോഗിക്കാൻ വേണ്ടി വലിയ പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതാണ് ചോദ്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി ആയതോടെ അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ, ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ട് തന്നെ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നല്ല വഴികളില്ല എന്നതാണ്. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് LDFും UDFും ഒക്കെ ഒരുമിച്ച് ചേർന്ന് സംയുക്ത പ്രസ്താവന നടത്തി ദേശീയപാത വികസനത്തിന് ഉടക്കുവെച്ച് നിന്നു. 60 മീറ്റർ എന്നതായിരുന്നു ദേശീയപാത നിർമ്മാണം മോദി സർക്കാരിൻ്റെ തീരുമാനം. രാജ്യം വളരണമെങ്കിൽ ആദ്യം വേണ്ടത് റോഡുകളാണ്. ഇത് പലർക്കും അറിയില്ല. നമുക്ക് കാറ് വേഗത്തിൽ ഓടിച്ചു പോകാനല്ല, അതുപോലും വലിയ കാര്യമാണ്. നമ്മുടെ യാത്രാ സമയം ലാഭിക്കും. ഇപ്പോൾ മലബാറിലൂടെ പോകുന്നവർക്കറിയാം, തൃശ്ശൂർ എടപ്പാൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കാസർഗോഡ് വരെ അതിവേഗം പോകാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയിലധികം സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കൊച്ചി തമ്മിലുള്ള ദൂരം ബഹുദൂരം കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സമയം ലാഭിക്കുന്നു, അതുണ്ടാക്കുന്ന നേട്ടം ഒരു വശത്ത്. മറുവശത്ത് എങ്കിൽ മാത്രമേ ലോറി ഗതാഗതം സാധ്യമാകൂ. ഒരു നാട്ടിൽ വ്യവസായം വളരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോറി ഗതാഗതമാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ആ ഉൽപ്പന്നം അത് കൊണ്ടുപോകാൻ ലോറി വരണം. എൻ്റെ ഫാക്ടറിയിലേക്ക് ഞാൻ സൗകര്യം ചെയ്ത് കൊടുക്കാം. എന്നാൽ എൻ്റെ ഫാക്ടറിയും പ്രധാന വഴിയുമായി കണക്ട് ചെയ്തില്ലെങ്കിൽ ലോറിക്ക് വരാൻ പറ്റില്ല. വലിയ പൊക്കമുള്ള ലോറികളാണ്. നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോയാൽ നമ്മുടെ ദേശീയപാതകൾ മുഴുവൻ ലോറികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ലോറികൾ പോകാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നാൽ മുഴുവൻ ലോറികളാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾ ലോറികൾ കാണാനേ ഇല്ല. നമ്മൾ കാണുന്ന പഴയ നമ്മുടെ തടി കയറ്റുന്ന ലോറിയാണ്, അല്ലാതെ ലോറി നമ്മൾ കാണുന്നില്ല. അതിന് കാരണം ഈ ലോറികൾ വരാൻ പറ്റുന്ന വഴികൾ നമുക്കില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് ദേശീയപാത 66 തീരുന്നതോടെ. കന്യാകുമാരി മുതൽ തിരുവനന്തപുരം വഴി കാസർഗോഡ് വരെ കേരളത്തിൽ ഉടനീളം ഈ പാത പോകും. ഈ പാത പൂർത്തിയാകുമ്പോൾ ഒരു 1.5 വർഷം കൊണ്ട് ഇത് പൂർത്തിയാകുന്നതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗതാഗത സൗകര്യം ഉണ്ടാവും, ലോറി ഗതാഗതം ഉണ്ടാവുന്നു, ലോറികൾ ഇഷ്ടം പോലെ വരുന്ന സാഹചര്യം ഉണ്ടാവും. അനുബന്ധമായി പല പാതകളും മോദി സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ 66 വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ റോഡ് ഗതാഗതം വിപുലപ്പെടുന്നതോടെ വിഴിഞ്ഞം പദ്ധതി വളരും. അതിന് 2ാം ഘട്ടത്തിലേക്ക് പോകും. ഏതാണ്ട് 16,000 കോടി അടുത്ത ഘട്ടത്തിൽ മുടക്കുകയാണ്. 2022 പൂർത്തിയാകും. ഇപ്പോൾ 16 ലക്ഷം TUE ആണ് കപ്പാസിറ്റി, നമ്മുടെ ചരക്ക് കപ്പാസിറ്റി. എങ്കിൽ 2ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 57 ലക്ഷം TUE ആയി മാറും. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നാടിനുണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല. 2 മേഖല മാത്രം എടുക്കുക, ലോജിസ്റ്റിക്കും വെയർ ഹൗസിങ്ങും. ഈ ലോജിസ്റ്റിക്കിൻ്റെ സാധ്യത അസാധാരണമാണ്. സിംഗപ്പൂറും ദുബായും ഒക്കെ ഇത്രയധികം വളർന്നു വന്നത് ഈ പോർട്ടിൻ്റെ സഹായത്തോടെയാണ്. അതൊരു പോർട്ട് ഹബ്ബാക്കി മാറ്റുന്നു. ഇതിനോടനുബന്ധിച്ച് ഈ വെയർ ഹൗസുകൾ വരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഫാക്ടറിക്കടുത്ത് വലിയ റോഡ് ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ ലോറികളിൽ ഇത് കൊണ്ടുവന്ന് ഇത് സംഭരിച്ച് വയ്ക്കണം. അതാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഈ ലോജിസ്റ്റിക് സംവിധാനം വെയർ ഹൗസിംഗ് വളരുന്നു. അതിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ വരുന്നു, ഓഫീസുകൾ വരുന്നു, ഹോട്ടലുകൾ വരുന്നു. അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി സ്ഥാപനങ്ങൾ വരുന്നു. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി സ്റ്റോർ ചെയ്താൽ കൃത്യമായ താപനിലയിൽ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരുന്നു. ഭൂമി ഏറ്റെടുക്കുന്ന അടക്കമുള്ള
സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി കൊടുത്താൽ വിഴിഞ്ഞം പരിസര പ്രദേശം മുഴുവൻ ഒരു വലിയ സിറ്റിയായി മാറും, വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും. ഇതിനൊക്കെ കിട്ടുന്ന ടാക്സ് മാത്രം മതി നമുക്കുണ്ടാകുന്ന സമ്പദ് വ്യവസ്ഥയെ വളർച്ച ഉണ്ടാക്കാൻ. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ കപ്പലുകൾ വന്ന ജീവനക്കാർക്ക് താമസിക്കണം, അങ്ങനെ ഹോട്ടലുകൾ വേണം, ടൂറിസ്റ്റുകൾ ഉണ്ടാവും. ഇതിനൊക്കെ കിട്ടുന്ന നികുതി മാത്രം, നമ്മൾ ബാക്കിയെല്ലാം വിടെ, ഈ പോർട്ട് ഉണ്ടാക്കുന്ന ലാഭവിഹിതം വിടെ, ഇതിന് കിട്ടുന്ന നികുതി GST അടക്കമുള്ള വരുമാനം മാത്രം നമുക്ക് അസാധാരണമായ വളർച്ച ഉണ്ടാക്കും. ഇതിന് അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ ബൂമുണ്ടാവും. മറൈൻ എഞ്ചിനീയറിംഗ്, കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ, അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ച, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യം, അങ്ങനെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളർന്നു വരും. അതിനുള്ള ആത്മവിശ്വാസം വന്നിരിക്കുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ MSC കമ്പനി നിക്ഷേപം നൽകുന്നത്. ഇതിൻ്റെ തുടർച്ചയായി ഈ MSCയെ പോലൊരു കമ്പനി എത്തിയാൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കമ്പനി അവരുടെ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിൻ്റെ ഒരു ഹബ്ബാക്കി ഇതിനെ മാറ്റും. നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊന്നും വേണമെന്നില്ല. ബംഗ്ലാദേശിലെയോ അല്ലെങ്കിൽ ശ്രീലങ്കയിലെയോ ഒക്കെ ഒരു ചരക്ക് ഒരുപക്ഷെ അവിടെ നിന്ന് ഈ കപ്പൽ ഇവിടെ ആയിരിക്കും കൊണ്ടെത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ കപ്പലുകൾക്ക് ഇവിടെ എത്തിച്ചാൽ ഇവിടുന്ന് പോകുന്ന സൗകര്യമുണ്ട്. അതായത് ഒരു അന്താരാഷ്ട്ര ഹബ്ബായി അത് മാറുകയും അടിമുടി കേരളം മാറ്റപ്പെടുകയും ചെയ്യും. വലിയ വികസനത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇപ്പോൾ. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നു. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയോടുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഈ നിക്ഷേപകത്തിൻ്റെ പിന്നാമ്പുറത്ത് എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. കേരളം അടിമുടി മാറും. വി.ഡിയുടെ സ്വപ്നങ്ങൾ വെറുതെയാവില്ല എന്ന് തീർച്ച.